ഒരു പാവപ്പെട്ട സാധാരണ മനുഷ്യൻ, സാധാരണയിൽ സാധാരണക്കാരനായിട്ട് നടക്കുന്ന ഒരു പാവപ്പെട്ട മനുഷ്യൻ. അഹങ്കാരി എന്നൊക്കെ പലരും പറയുമായിരിക്കും. പക്ഷെ അവരുടെ കൂടെ ജോലി ചെയ്യുന്നവർ തന്നെ പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹം അഹങ്കാരിയല്ല, നല്ലൊരു മനുഷ്യനാണ്. ഒരുപാട് പിഞ്ചു മക്കൾക്ക് ഹാർട്ട് ഓപ്പറേഷനും പല നല്ല കാരുണ്യ പ്രവർത്തനങ്ങളും ചെയ്യുന്ന നല്ലൊരു മനുഷ്യൻ. പറഞ്ഞു വരുന്നത് മലയാളത്തിന്റെ നടന വിസ്മയം പത്മശ്രീ ഭരത് മമ്മൂക്കയെ കുറിച്ച് തന്നെയാണ്. ഒരു ചെറിയ ശ്വാസതടസ്സം നേരിട്ടു. പല തിരക്കുകളും, റമദാൻ മാസമാണ്, 73 വയസ്സായി. പല ഷൂട്ടിങ്ങിന്റെ തിരക്കുകളിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകുന്നതിൻ്റെ ഇടയ്ക്ക് ചെറുതായിട്ടൊരു ശ്വാസതടസ്സം നേരിട്ടു. അങ്ങനെ മൂപ്പരൊന്ന് ആശുപത്രിയിൽ. അതിന് ഇവിടുത്തെ കുറെ ഓൺലൈൻ മാധ്യമ ഓളികൾ അദ്ദേഹത്തിനോട് വെറുപ്പുള്ള കുറെ മാധ്യമ മലരികളും ചേർന്ന് അദ്ദേഹത്തിന് ക്യാൻസർ ആണെന്ന് പറഞ്ഞ് അങ്ങ് പരത്തി. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയൊരു ശ്വാസതടസ്സം, അദ്ദേഹത്തിന് ഒരു ബുദ്ധിമുട്ടുമില്ല. പടച്ചവന്റെ അനുഗ്രഹം കൊണ്ട് സന്തോഷമായിട്ട് അദ്ദേഹം റമദാനിലെ നോമ്പും എടുത്ത് സന്തോഷമായിട്ട് വീട്ടിൽ തന്നെ ഉണ്ട്. അദ്ദേഹം തന്നെ പറയുകയുണ്ടായി, അല്ല ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് അദ്ദേഹം മരണപ്പെട്ടിട്ടോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് അസുഖം വന്നിട്ടോ എന്താണ് നിങ്ങൾക്കുള്ള നേട്ടം? പണ്ട് ഇതേ പ്രശ്നം തന്നെയാണ് പാവപ്പെട്ട ലാലേട്ടനും അനുഭവിച്ചത്. ചെറിയൊരു അസുഖത്തിന്റെ പേരിൽ അദ്ദേഹത്തിന് ക്യാൻസർ ആണ്, മറ്റെയാണ്, മറിച്ചാണെന്ന് ഈ സോഷ്യൽ മീഡിയയിൽ, അന്ന് സോഷ്യൽ മീഡിയ ഇത്രയും വ്യാപകമൊന്നും ആയിരുന്നില്ല, പക്ഷെ എന്നിട്ട് പോലും അത്രയും പറഞ്ഞ് പ്രചരിപ്പിച്ചു. അല്ല, ഇങ്ങനെ പറയുന്നവരോട് നമ്മൾ ചോദിക്കും, നിങ്ങൾക്ക് എന്താണ് കിട്ടുന്നത്? ഇങ്ങനത്തെ മനുഷ്യര് അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും അസുഖം ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ പ്രചരിപ്പിച്ചുകൊണ്ടുള്ള ഇതെന്താണ്? മമ്മൂക്ക അമേരിക്കയിലേക്ക് പോകാൻ പോകുന്നു. എന്തിനു പോകണം? അദ്ദേഹത്തിന് 73 വയസ്സായി. മനസ്സിലായില്ലേ? ഒരു മനുഷ്യനുണ്ടാവുന്ന ചില അസുഖങ്ങളൊക്കെ ഉണ്ടാവും, ശ്വാസതടസ്സം, പ്രശ്നങ്ങൾ. മനസ്സിലായില്ലേ? അദ്ദേഹം ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരാളാണ്. നന്നായി കൂട്ടണം, നന്നാവാൻ ശ്രമിക്കുക. എന്തിനാണ് ഇങ്ങനെ മനുഷ്യന് നന്മ ചെയ്യുന്ന മനുഷ്യന്മാരെയൊക്കെ കൊല്ലാൻ വേണ്ടി ശ്രമിക്കുന്നത്? നായ്ക്കാലികളെ.